എല്ലാ ദിവസവും നമ്മൾ ഓക്സിജൻ ലെവലൊക്കെ നോക്കും. കണ്ടോ, ഇന്നലെ നോക്കിയപ്പോൾ 92 ആയിരുന്നു. ഇന്നിപ്പോൾ നോക്കുകയാണേ. 88, 89. Near a heartbeat is 80. 89 ആണ് ഇപ്പോൾ. ഇന്നലെ 92 ആയിരുന്നേ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിംബോച്ചിലാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ 6ാം ദിവസമാണ് ഇന്ന്. പക്ഷേ ഡിംബോച്ചിൽ ഇന്നലെ വന്ന് ഇന്നലെയും ഇന്നും നമ്മളിവിടെ സ്റ്റേ ആണ്. നമ്മൾ അക്ലിമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇനിയും ഇന്ന് പക്ഷേ സ്റ്റേ ആണെങ്കിൽ നമ്മളിവിടെ റെസ്റ്റ് ഡേ ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു ഹൈക്കും കൂടെ, ഒരു 400 മീറ്ററും കൂടെ ഇന്ന് ഒന്ന് കയറണം. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയുമായിട്ടൊന്ന് യോജിക്കാനൊക്കെ ആയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു ഹൈക്കിലേക്ക് കയറുകയാണ്. ഒരു നാഗാർജുൻ എന്ന് പറയുന്ന ഒരു ഹൈക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്ന ആ ഒരു ടോപ്പ് ഉണ്ട്, അവിടെ വരെ കയറണം. നല്ല കാറ്റാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ വരുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നും നമ്മളിവിടെ സ്റ്റേ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 6ാം ദിവസമാണ് ഇന്ന് EBC പോകുന്നതിൻ്റെ. അങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. 4410 മീറ്ററിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് 4810 മീറ്ററിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 400 മീറ്ററും കൂടെ മുകളിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ എന്നാലേ നമ്മുടെ ബോഡി ഇതിലുമായിട്ട് സെറ്റ് ആവുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഓരോ ദിവസത്തെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണം. കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ. അപ്പം നമുക്ക് പോകുന്ന വഴി വലിയ കാഴ്ചകളൊന്നുമില്ല, ഇതേപോലുള്ള സ്ഥലമാണ്. എന്നാലും നമുക്ക് കണ്ടുപോകാം. ഇതേ കണ്ടോ, സ്കൈ ഒക്കെ നോക്കി, നല്ല ബ്ലൂ കളറിലുള്ള സ്കൈ ഉണ്ടോ. ഇതേ ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, ഇതേ കണ്ടോ. അതാണ് അമത്തപ്പളം എന്ന് പറയുന്ന മൗണ്ടൻ. വലിയൊരു മൗണ്ടനാണേ. ഇനി നമുക്ക് പോകുന്നവരെ അടുത്തടുത്ത് കാണാൻ പറ്റും. നമ്മുടെ ഹോട്ടൽ അതാണ്. നമ്മൾ കയറി വന്നത് ഉണ്ട് അവിടെ നിന്നായിരുന്നേ. ഇത് കണ്ടോ, അതാണ് ടെമ്പുച്ചെ പീക്ക് എന്ന് പറയുന്നത്. കണ്ടോ, കാണുന്നേ കണ്ടോ, ആ ഒരു വലിയ മൗണ്ടൻ കണ്ടോ, അതാണ് ടെമ്പുച്ചെ പീക്ക്. നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മളിനി ഇങ്ങനെ കയറി പോകണം. ഇവിടെ കണ്ടോ, കുറേ ഇങ്ങനെ പാറകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. കണ്ടോ, ഇവിടെ നല്ല കാറ്റുമുണ്ട്, തണുപ്പുണ്ട്. ഇതാണ് ഡിംബോച്ചെ കണ്ടോ. ഇത് കണ്ടോ, കുറേ ഹോട്ടൽസൊക്കെയാണ് ഡിംബോച്ചയിൽ. അതിൻ്റെ ഗൈഡ് പോകുന്നുണ്ടോ, ഓറഞ്ച് കളർ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എന്താ ഹെലികോപ്റ്റർ ഇങ്ങനെ പാഞ്ഞ് പോകുന്നുണ്ടേ. ഇന്നലെ നല്ല തണുപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ലതായിട്ട് ഉറങ്ങി. 6 മണിയായപ്പോൾ എഴുന്നേറ്റു. 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റു. 5 മണിയൊക്കെ ആകുമ്പോൾ നല്ല വെട്ടം വരും. അപ്പോൾ എഴുന്നേറ്റു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. MS അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വന്നില്ല. പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിലും കൂടുതൽ തണുപ്പാണ്. ഇതുണ്ടോ, നമ്മൾ പോകുന്ന വഴി ഇതാണേ. ഇങ്ങനെ കണ്ട ആൾക്കാർ പോകുന്നുണ്ടോ. നമ്മളിനി ഇങ്ങനെ പോയിട്ട് കണ്ടോ, ആ ഒരു അങ്ങനെ ഞാൻ ഈ കാണിക്കുന്നുണ്ടോ, അവിടെയാണ് ചെല്ലേണ്ടത്. നല്ല കാറ്റും പിന്നെ തണുപ്പുമുണ്ട്. ഇതാണ് വഴിയേ. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഹൈക്ക് നമ്മൾ കയറുന്നത്. അല്ലെ നാളെയും മറ്റന്നാളിലൊക്കെ നമ്മൾ വലിയ ഒരു മൈനസിലേക്ക് പോവാണ്. എന്ന് വെച്ചാൽ 5000 നാളെ 4900 മീറ്ററിലേക്കും, പിന്നെ നാളെ കഴിഞ്ഞ്
നമ്മൾ ഗോരക്ഷേപ് 5000 സംതിങ് അത്രയും കണ്ട് പോവും. പിന്നെ നമ്മൾ EBC പോകണം 5365. അപ്പോൾ അത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇവിടവുമായിട്ടൊക്കെ സെറ്റാവണം. അതിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ഹൈക്കൊക്കെ കയറി നമ്മൾ സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ? കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് സ്ഥലം. കണ്ടോ ഇതാണ് ഡിംബോച്ചെ. കണ്ടോ ഡിംബോച്ചെ. നമ്മളിനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ട് പോവാ പതുക്കെ. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ? ആ ഭാഗത്തുനിന്ന് ഉണ്ടോ വരിയായിട്ട് വരുന്നുണ്ടോ? ദാ ആ കാണുന്നതാണ് ലബോച്ചെ പീക്ക്. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരമായി ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് നമുക്കിങ്ങനെ സ്റ്റേ അല്ല, നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇവിടെ ഒരു മൊണാസ്ട്രി പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ താഴേന്നാണ് കയറി വന്നത്. ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടേ ഞാനിനി കാണിക്കാൻ പോകുന്നത് ലബോച്ചെ എന്ന് പറഞ്ഞ വലിയൊരു പീക്ക്. അവിടെ എല്ലാവരും കയറുന്നതാണ്. അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. അതുകൊണ്ട് ആ കാണുന്നതാണ് ലബോച്ചെ പീക്ക് എന്ന് പറയുന്നത്. ആ കാണുന്നത് പിന്നെ ചോലാറ്റ്സെ എന്ന് പറയുന്ന പീക്കാണ് അവിടെ കാണുന്നത്. ചോലാറ്റ്സെ ആ പീക്ക്. അപ്പം ഇനി നമ്മൾ കയറാൻ പോകുന്നത് മഞ്ഞ് വന്ന് മൂടുന്നുണ്ടോ? നമ്മളിനി കയറാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങനെ കയറി എന്നിട്ട് അവിടെ കയറണം. നാഗാർജുൻ ഹൈക്ക് എന്ന് പറയുന്നത് അവിടെയാണ്. ആൾക്കാർ കയറി പോകുന്നത് കണ്ടോ? ഇങ്ങനെ കയറി പോകുന്നത് കാണാമേ. നമ്മളിവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് പോവാണ്. നമുക്ക് റെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം പിന്നെ ഇന്നൊരു സ്ഥലത്ത് എത്തണമെന്നില്ല, തിരിച്ചിവിടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഇങ്ങനെ കയറിയാൽ മതി. പതുക്കെ കയറുമ്പോൾ വലിയ ക്ഷീണമില്ല. ഓടി കയറുമ്പോഴാണ് അണക്കിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓടി കയറേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മുടെ അമ്പത്തപ്പള്ളം നമുക്ക് അടുത്ത് കാണുന്നുണ്ടോ? നമ്മുടെ അമ്പത്തപ്പള്ളം എന്നാ വലിയതാണേ. ഇത്ര ഉയരത്തിലാണ് അമ്പത്തപ്പള്ളം അല്ലേ? അടിപൊളി അല്ലേ? നമ്മളിങ്ങനെ നടക്കുകയാണ്. കണ്ടോ അങ്ങോട്ട് നടക്കണം. മങ്കി ക്യാപ്പൊക്കെ വെച്ച് നടന്നില്ല. ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാറ്റാണ്. നമ്മൾ ഉച്ചയ്ക്കകത്തോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പം. അപ്പോൾ അതുകൊണ്ടാണ് മങ്കി ക്യാപ്പൊക്കെ വെച്ച്. കണ്ടോ പിന്നെ വെള്ളം കുടിക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമോ AMSൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സിക്നെസ്സൊക്കെ ഉണ്ടാകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നല്ലോണം വെള്ളം കുടിക്കുക. ഒരു 3-4 ലിറ്റർ വെള്ളം എന്തായാലും നമ്മൾ കുടിക്കണം. നമ്മൾ അവിടുന്ന് സാധാ വെള്ളം മേടിക്കുന്നത്. എന്നിട്ട് പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇടും. ഒരു ലിറ്ററിന് ഒരെണ്ണം ഇട്ടാൽ മതി. 2 ലിറ്ററിന് 2 എണ്ണമാണ് ഇടുന്നത്. അതും ഇട്ട് ഞാൻ പിന്നെ അതിട്ടാണ് കുടിക്കുന്നത്. കണ്ടോ എന്ത് രസമുണ്ടേ. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതാണേ. ലുക്ലയിലോട്ടോ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിലോട്ടോ ഒക്കെ പോകുന്നതായിരിക്കും. ആൾക്കാരെയും കൊണ്ടോ സാധനങ്ങൾ കൊണ്ടോ ഒക്കെ പോകുന്നതാണേ. കാരണം മിക്കവരും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെന്നിട്ട് പിന്നെ തിരിച്ച് കുറേ പേരൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്റർ എടുത്തായിരിക്കും പോകുന്നത്. തിരിച്ചിറങ്ങുന്നത് കുറച്ച് പേരൊക്കെ നടന്നിറങ്ങുന്നത്. അല്ലാത്തവരൊക്കെ ഹെലികോപ്റ്റർ എടുത്തായിരിക്കും പോകുന്നത്. ഏകദേശം 60,000-65,000 രൂപയോളം ഇന്ത്യൻ മണി, നേപ്പാളി മണി ആവും. നേപ്പാളി മണി ഇന്ത്യൻ മണിയാവും. ഇന്ത്യൻ മണി 65,000 രൂപയോളം ആവും. അതിപ്പോൾ 2 പേരോടെ കയറാം, അല്ലെങ്കിൽ 3 പേര് അങ്ങനെയൊക്കെ ആയിരിക്കും. പെർ ഹെഡല്ല, എത്ര പേരാകുമ്പോൾ ഷെയർ ഇട്ടെടുത്ത് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പോയി പോന്നു. ഇത് കണ്ടോ
കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കണ്ടോ. എന്ത് രസമാണ് കാണാൻ. ഇത് എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഇങ്ങനെ അടുക്കി വെക്കാൻ. നോക്കി ഇങ്ങനെ കണ്ടോ, പിരമിഡ് പോലെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. അതെ ഇവിടെ കണ്ടോ, കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ആരാണോ പോയി വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ അടുക്കി വെക്കുന്നതായിരിക്കുമല്ലോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടേക്ക് കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഇനി അങ്ങ് ടോപ്പിൽ പോകണം. ഒരു ഈഗിള് കണ്ടോ. ഓ ആഹാ, ദേ ആ ഭാഗത്തൊക്കെ കണ്ടോ സ്നോ കിടക്കുന്നത് കണ്ടോ, അങ്ങൊക്കെ കണ്ടോ. അവിടെയൊക്കെ കുറച്ച് കിടപ്പുണ്ടേ കണ്ടോ. ദേ ഇത് കാണാൻ ഭംഗി കേട്ടോ. ഈ ക്ലൗഡ്സ് ഇങ്ങനെ വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. കണ്ടോ മൊത്തം ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുന്ന നോക്കി എന്ത് രസമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത്രയും ഹൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കാണാമേ, നടുവിടെ കാണാം. അങ്ങ് താഴെ കണ്ടോ, അവിടെയാണേ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അയ്യോ എത്ര ദൂരെയാന്ന് നോക്കി. അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി ഇതുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ വന്ന് ആ മൊണാസ്ട്രിയുടെ അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നതാണ്ട് ഇങ്ങനെയാണ് വന്നത്. ഇന്നെന്താ ആൾക്കാർ കയറി പോകുന്നുണ്ടോ. ഇങ്ങനെ പാറകളാണ് ഇവിടെ കേട്ടോ, മുകളിൽ ഇങ്ങനെ പാറകളാണ്. ഇന്ന് റെസ്റ്റ് ഉച്ച കഴിഞ്ഞ് നല്ലോണം എടുക്കണമെന്നാണ് ഗൈഡ് പറഞ്ഞേക്കുന്നത്. കാരണം പനി, തലവേദന, അങ്കീമസ് ഉള്ള സംഭവങ്ങളൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിന്ന് നല്ലോണം റെസ്റ്റ് എടുക്കണം ഇവിടെ നിന്ന് പോയതിന് ശേഷം. കാരണം ഇത്രയും ഒരു തണുപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര തണുപ്പ്. ഈ ഹൈറ്റ് വരുമ്പോഴത്തേക്കും 4900 മീറ്ററിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ തലവേദന, പനിയൊക്കെ ഉണ്ടാകാനും ചുമ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നോക്കാം. ഇതുവരെ നമ്മൾ എത്തിയില്ലേ, ഇനിയും ഉള്ള ദിവസങ്ങളിലും കുഴപ്പമില്ലാണ്ട് എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടോ ക്ലൗഡ്സ് കയറി പറയുന്നത്. നല്ല തണുപ്പ്, തണുത്ത കാറ്റാണ് കേട്ടോ. നമ്മളിനി ആൾക്കാർ കയറി പോകുന്നുണ്ടോ, അങ്ങോട്ടേക്ക് കയറി പോകണം. ഒന്നും കാണുന്നില്ല, ഫുള്ള് ക്ലൗഡ്സ് ഉണ്ടോ. അതുപോലെ പാറയാണ് എല്ലാം. കൂടെ വെള്ളം ഒഴിക്കുന്ന കണ്ടോ. നമ്മൾ ഇപ്പം 4800 മീറ്ററിലെത്തിയേ. ഭയങ്കര കയറ്റമാണ്, ഒരു രക്ഷയില്ല. അതുപോലത്തെ കയറ്റം, കയറ്റവും തണുപ്പ്, ശ്വാസം അങ്ങനെ എടുക്കാനുള്ള പാടെല്ലാം ഉണ്ട്. കാറ്റ് ഭയങ്കരമാണേ, ഭയങ്കര കാറ്റ് കണ്ടോ. ഇനിയും നമ്മൾ കയറി പോകണം. ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഇനി അവിടെ നിന്നും പോകണം, അങ്ങോട്ട് പോകണം. കുത്തനെ കയറ്റും കണ്ടോ, ഇങ്ങനെ കുത്തനെ കയറ്റുക. നമ്മളങ്ങനെ നാഗാർജുൻ ഹൈക്കിലെത്തി കണ്ടോ. കണ്ടോ, അത് അമ്മത്തപ്പള്ളമാണ് നമുക്ക് ഏറ്റവും കണ്ടോ നല്ല അടുത്ത് കാണാൻ പറ്റുന്നതാണ് അമ്മത്തപ്പള്ളം. അതിൻ്റെ ഹൈറ്റ് കണ്ടോ. എന്താ വലിയൊരു പീക്കാണല്ലേ. ഇത് മൗണ്ടൻ, എന്ത് വലിയൊരു മൗണ്ടനാ. അവിടെ കാണുന്നത് നല്ലോണം കാണത്തില്ല, അവിടെ കാണുന്നതാണ് ഐലൻഡ് പീക്ക് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് കാണുന്നത് ആ കാണുന്ന ലോഡ്സേ കണ്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി.
എന്നാ തണുപ്പ്, കാറ്റ്. ഇനി നമ്മൾ കുറേ സമയം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോകും. അതുപോലത്തെ തണുപ്പും കാറ്റും. ശ്വാസം കിട്ടുന്നുണ്ട്, മൂക്കൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെയൊക്കെ നമുക്ക് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും മരിച്ചു പോകും. അതുപോലുള്ള തണുപ്പാണ്. അമൃതവളം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്നാ ഭംഗിയാണല്ലേ. അടിപൊളി. നമ്മൾ നാളെ ലെബോച്ചയിലേക്കാണ് പോകുന്നത്. നാളെ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പോകുന്ന വഴി എന്ന് പറയുന്നത് ആ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. ലെബോച്ചെ കണ്ടോ. ഇപ്പം നമ്മൾ മുകളിൽ കയറിയിട്ട് കണ്ടോ ഇറങ്ങി താഴോട്ട് വരികയാണ്. ഇനിയും താഴെ വരെ ഇറങ്ങണം. എൻ്റെ വഴിയുണ്ടോ, ഇങ്ങനത്തെ വഴികളാണ്. നല്ല തെന്നിപ്പോകുന്ന വഴി. പതുക്കെ സ്ലോലി ഇറങ്ങിയില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. ഭയങ്കര ഇതുണ്ടോ, മണ്ണും പൊടിയും കല്ലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കുത്തനെ ഇറക്കമാണേ. ഇങ്ങനെ ഇറങ്ങി പോകണം. ഭയങ്കര ഇറക്കമാണ്. മൂക്ക് നല്ലോണം ഒലിക്കുന്നുണ്ട്. ഇറങ്ങി 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 ഇങ്ങനെ വേണം. അങ്ങനെ നമ്മൾ ആ ഹൈക്ക് കയറിയിട്ട് നമ്മൾ ഇറങ്ങി താണ്ട് മുമ്പ് ഇവിടെ വന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പം ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോയ സ്ഥലമാണിത്. ഇവിടെ എത്തി. ഇനി ഇതാ അങ്ങോട്ട് ഇറങ്ങണം. എൻ്റെ ഗൈഡാണ് പോകുന്നത്. ഇനി ഇതാ അങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ഹോട്ടലെത്താറായി. ഇറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാരം ഇറക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ വെറുതെ ഇന്നിരിക്കുന്നതിനെക്കാട്ടും നമുക്ക് നല്ലതാണ് ഒരു ഹൈക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെറ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അത് ചെയ്തത്. ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്ന് ഇന്ന് നമ്മൾ സ്റ്റേ ആണ്. നാളെ രാവിലെ നമ്മൾ പോകും ലെബോച്ചെ കറക്റ്റ് ലെബോച്ചെ എന്നാണ് തോന്നുന്നു. അവിടേക്ക് പോകും. ഞാൻ കാണിച്ചില്ല വഴി. നാളെ അങ്ങോട്ടാണ് പോകുന്നത്. ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് നമ്മളിപ്പോൾ കയറിയിട്ട് ഇറങ്ങി വന്നത്. അങ്ങനെ ജീവനോടെ തിരിച്ചെത്തി. ഇത്രയും ദിവസമായിട്ട് ഇത്രയും ഹൈറ്റിൽ പോയിട്ട് ഇത്രയും കാറ്റും തണുപ്പും ഒക്കെ കിട്ടിയത് എനിക്ക് ഇന്നാന്ന് തോന്നുന്നു. അതുപോലെ വയ്യായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിരുന്നെങ്കിൽ മിക്കവാറും പണി പാളി തന്നെ. എന്തായാലും അങ്ങനെ ഹോട്ടലിലെത്തി. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ഒന്നുകൂടെ ബോഡി സെറ്റ് ആവാൻ വേണ്ടി കയറിയത് നല്ലതായി. എന്തായാലും അടിപൊളിയായി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവനോട് അങ്ങനെ തിരിച്ച് ഇവിടെ എത്തി. ഇനിയുടെ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നാളെ ഇനി ലെബോച്ചയിലേക്ക് പോകണം. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ നമ്മൾ EBC എത്താൻ. 2 ദിവസം അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വെരി എക്സൈറ്റഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. ഇതാണ് ഇന്നത്തെ ഡിന്നറ്. സ്പൂണിൽ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കൈ കഴുകാൻ വയ്യാത്തതുകൊണ്ട്. നല്ല തണുപ്പാണ്. വെള്ളത്തിലൊന്നും തൊടാനേ പറ്റത്തില്ല. നല്ല ചിക്കൻ കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.